السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم. وليستعفف الذين لا يجدون نكاحا حتى يغنيهم الله من فضله والذين يبتغون الكتاب مما ملكت أيمانكم فكاتبوهم إن علمتم فيهم خيرا وآتوهم مما لله الذي آتاكم ولا تكرهوا فتياتكم على البغاء إن أردنا تحصنا لتبتغوا عرض الحياة الدنيا ومن يكرهن فإن الله من بعد إكراههن غفور رحيم. ولقد أنزلنا إليكم آيات مبينات ومثلا من الذين خلوا من قبلكم وموعظة للمتقين. الله نور السماوات والأرض مثل نوره كمشكاة فيها المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء
ويضرب الله الأمثال للناس والله بكل شيء عليم في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الله رب العزة ഈ വേദി അവൻ പൊരുത്തപ്പെടുന്ന ഒരു വേദിയായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ആ മുഖങ്ങളെല്ലാം ചുരുക്കി ആയത്തുകളുടെ പാരായണത്തിന് ഒരല്പം സമയം പിടിച്ചതുകൊണ്ട് പെട്ടെന്ന് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ പരാമർശിച്ചിട്ട് വിവാഹവും ലക്ഷ്യവും എന്ന വിഷയത്തിലേക്ക് എത്തിയിട്ടില്ല. ഇന്ന് പറയേണ്ടത് നമ്മൾ പ്രഭ പരത്തുന്ന വിളക്കുമാടങ്ങൾ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഇന്നലെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. വിഷയങ്ങളുടെ തലനാരിഴ കീറിക്കൊണ്ടുള്ള ചർച്ചയല്ല, മറിച്ച് സൂറത്തുൻ നൂറിലെ ഓരോ ആയത്തും ചർച്ച ചെയ്യുക എന്നതാണ് നമ്മുടെ ഈ സദസ്സുകൊണ്ട് നാം ലക്ഷ്യമിടുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ പറഞ്ഞു വന്നിരുന്ന വിഷയം എല്ലാവർക്കും അറിയാമല്ലോ. സൂറത്തുൻ നൂർ തുടക്കം മുതൽ ഇതുവരെ കേട്ടത് വരെയുള്ള ഭാഗം, ആ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യൻ പൂർണ്ണമായി പരിശുദ്ധനായി ജീവിക്കണം. അതിന് അവൻ്റെ ലിംഗം പരിശുദ്ധമാകാൻ ആവശ്യമായ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അത് വഷളായി പോകുന്ന കാരണങ്ങൾ ഉണ്ടാക്കുന്ന ചില പ്രവൃത്തികളെ വിലക്കിക്കൊണ്ട് ഖുർആൻ സംസാരിച്ചു. അങ്ങനെ കടന്നു വന്ന് അവസാനം അന്യരുടെ വീട്ടിലേക്ക് കടക്കുമ്പോൾ സമ്മതം വാങ്ങണമെന്നും, കഴിഞ്ഞില്ല മറ്റുള്ള ആളുകളിലേക്ക് ഒരു സ്ത്രീക്കും അതുപോലെ തന്നെ ഒരു സഹോദരനുമൊക്കെ ആരുടെയൊക്കെ മുമ്പിൽ തങ്ങളുടെ ഭംഗി പ്രകടിപ്പിക്കാമെന്നും തുടങ്ങിയ ചർച്ചകളൊക്കെ ആയിരുന്നു ഇന്നലെ നാം നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നലെ ചർച്ച ചെയ്ത ഭാഗങ്ങളൊക്കെ വളരെ അത്യാവശ്യമുള്ളതാണ്, അതുകൊണ്ടാണ് അത് ചുരുക്കാൻ സാധിക്കാതിരുന്നത്. എങ്കിൽ ഈ ഒരു സംവിധാനത്തെ, മനുഷ്യന്റെ വൈകാരികതയെ 100% അടച്ചുകെട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അപകടമുണ്ടാവും. വിശ്വാസിയുടെ നിലപാട് അതാണ്. വികാരങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല. മനസ്സിന്റെ ദാഹങ്ങൾ ഒരിക്കലും ചെയ്തൂടാന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല. അങ്ങനെ പാടില്ല. നിങ്ങളുടെ വൈകാരിക ദാഹങ്ങള് കെട്ടിപ്പൂട്ടി ഒതുക്കി അതിനൊരു അനുവദിക്കപ്പെട്ട മാർഗത്തിൽ പോലും അത് ഉപയോഗപ്പെടുത്താൻ പറ്റില്ലെന്ന് പറയുമ്പോൾ എത്ര തന്നെ നിയന്ത്രിതമായ ജീവിതത്തിലും അത് പൊട്ടിപ്പോകും. അവിടെയാണ് നമ്മൾ പലപ്പോഴും പല ഭാഗങ്ങളിലും ഇത്തരം വിവാഹം നിഷിദ്ധമാക്കിയ ഒരു വിഭാഗത്തിനെങ്കിലും കല്യാണം കഴിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ മതക്കാരിൽ നമ്മൾ പലപ്പോഴും പല ഒച്ചപ്പാടുകളും കേൾക്കുന്നത് അവരുടെ കന്യാമഠങ്ങളെയും മറ്റുമൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒച്ചപ്പാടുകൾക്കുമൊക്കെ കാരണം പ്രകൃതിപരമായ ഒരു കാര്യത്തിന് തടസ്സം നിന്നു എന്നതുകൊണ്ടാണ്. വിവാഹം അനുവദിക്കണം. വ്യവസ്ഥാപിതമായ രൂപത്തില് ആണിനും പെണ്ണിനും തന്റെ വൈകാരികദാഹം പങ്കുവെക്കാനുള്ള ആ ഒരു അനുമതി നൽകണം. കയറൂരി ഓടാനും പറ്റില്ല, എന്നാൽ കയറിട്ട് കുറ്റിക്കയറ് മുറുക്കി കെട്ടിയിരിക്കുകയല്ല. അതിൻ്റെ ഇടയിൽ വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത എന്ന് പറഞ്ഞ ആ ഒരു മിത സമൂഹം എന്ന് പറഞ്ഞത് എല്ലായിടത്തും ഉണ്ട്. നമ്മൾ താല്പര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവരല്ല.
എന്നാൽ താല്പര്യങ്ങളിലേക്ക് കയറൂരി വിട്ടുകൊടുക്കുന്നവരുമല്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു മധ്യനില, ആരോഗ്യകരമായ ഒരു നില വേണമെന്ന് പറയുന്നവരാണ്. അതാണ് ഇത് പറഞ്ഞതിന് തൊട്ടുപിറകിൽ വഅൻകിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും എന്ന ഭാഗത്തേക്ക് കടന്നു വരുന്നത്. അതിനു മുമ്പ് ഇന്നലെ നമ്മൾ ഇന്ന ആളുകളിലേക്കൊക്കെ സൗന്ദര്യം പ്രകടിപ്പിക്കുക, ബാക്കിയുള്ളവരിലേക്കൊന്നും സൗന്ദര്യം പ്രകടിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ബന്ധുക്കളാണെന്ന് കരുതിയ പലരും ബന്ധുക്കളല്ല എന്നൊക്കെ ഇന്നലെ നമ്മൾ മനസ്സിലാക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കുറേ ആളുകൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, പഠിച്ചോൻ എങ്ങനെ ഇപ്പം ജീവിക്കാൻ പറ്റുന്ന പോലെ ആരായിരിക്കും? ഇത്ര ശക്തമായ ഒരു ഹിജാബിൽ ജീവിക്കാൻ പറ്റുന്നവർ എത്ര പേരുണ്ടാകും എന്ന് ചിന്തിക്കുന്നവർ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അല്ല, ഭൂരിപക്ഷവും അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും ഇന്നലത്തെ പ്രസംഗം കേട്ടവർ. അവർക്ക് വേണ്ടിയാണ് ആ അവസാനത്തെ വാക്ക് വത്തൂബൂ ഇലല്ലാഹി ജമീഅൻ. താജുൽ ഉലമ തങ്ങൾ ഇന്നലെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? എത്ര തന്നെ സൂക്ഷിച്ച് ജീവിച്ചാലും ഇത്രയും കർശനമായ നിയമങ്ങളില് നമ്മുടെ ഭാഗത്ത് നിന്ന് അപാകത വരും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യരുത്? എല്ലാ വേലിക്കെട്ടുകളും തകർത്തുകൊണ്ട് സ്വതന്ത്രമായി വിഹരിക്കുന്നത് നമ്മൾ നിർത്തണം. എന്നാൽ എങ്ങനെയായാലും ഇങ്ങനെ ഈ കാഴ്ചപ്പാടിലൂടെ നാം നിരീക്ഷിക്കുമ്പോൾ നമ്മളിൽ നിന്ന് തെറ്റുകൾ വരും. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തോ. എല്ലാവരും അല്ലാഹുവിനോട് ഖേദിച്ചു മടങ്ങണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾക്ക് ഇഹപര വിജയം കരസ്ഥമാകാൻ വേണ്ടിയാണ് ഈ പറഞ്ഞത്. ഇനി ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കുകയും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നന്നാവാൻ, ശിഷ്ടജീവിതം നന്നാക്കാൻ തീരുമാനിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ. ഇതാണ് അല്ലാഹു തആല പറയുന്നത്. എന്നാ അവിടെ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടായിരുന്നു അല്ലാഹു സംസാരിച്ച് തുടങ്ങിയിരുന്നത്, അല്ലേ? ആ ആയത്തിന്റെ തുടക്കം എന്താ? വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന മിൻ ഫുറൂജിഹിന്ന. അങ്ങനെയാണല്ലോ ആയത്തിന്റെ തുടക്കം. ആ തുടക്കത്തിനനുസരിച്ച് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എങ്ങനെയാ പറയേണ്ടത്? വത്തുബ് ഇലല്ലാഹ് എന്നാ പറയേണ്ടത്. നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങണം നബിയേ. എന്തേ പറയാതിരുന്നത്? അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ വ്യക്തമായി പറയുന്നു വസ്സർഫു ലഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൽ കുൽ ലിഇബ്റാസി കമാലിൽ ഇനായത്തി ബിമാ ഫീ ഹയ്യിസിഹി മിൻ അംരി തൗബ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾ തൗബ ചെയ്യണം എന്ന് പറയുന്ന ആ ഭാഗത്തെ അല്ലാഹു ഹബീബിനോടും കൂടെ ഈ കൽപ്പനയുണ്ടെങ്കിലും ഉമ്മത്തിനോടാണ് അവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഒരു അഭിസംബോധന തിരിച്ചു വിട്ടിരിക്കുകയാണ് ഉമ്മത്തിലേക്ക്. കാരണം എന്താ? അള്ളാഹുവിന്റെ ഹബീബിൽ നിന്നൊരു പാപവും സംഭവിക്കില്ലെന്നതാണ് അതിന്റെ കാരണം. എന്നാൽ എത്ര തന്നെ സംഭവിക്കില്ലെങ്കിലും ആ നബി തങ്ങൾ സ്വന്തമായിട്ട് പറയും ഇന്നി അതൂബു ഇലൈക്, ഇന്നി അതൂബു ഇലൈക്. അത് ബഹുമാനപ്പെട്ട മഹാന്മാരുടെ ലക്ഷണമാണ്. അത് മഹാന്മാരുടെ ലക്ഷണമാണ്. ആയിരക്കണക്കിന് പാപം ചെയ്തിട്ടും ഒരു അസ്തഗ്ഫിറുള്ള പറയാൻ മനസ്സില്ലാത്ത നമ്മളോട് തട്ടിക്കരുത് കേട്ടോ. ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത മുത്തുനബിയുടെ ദിനേനയുള്ള 100 തവണയുള്ള ഇസ്തിഗ്ഫാറുകളെ, ആ പാപമോചന പ്രാർത്ഥന, ആയിരക്കണക്കിന് തെറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു അസ്തഗ്ഫിറുള്ള പോലും പറയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ റസൂലുള്ള 100 എണ്ണം പറയുമ്പോൾ ഒരു തെറ്റെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള ആ നിലപാട് എന്തുകൊണ്ട് വന്നതാ? നമ്മളെ മോശം കൊണ്ട് വന്നതാ. അത് നമ്മളെ മോശം കൊണ്ട് വന്നതാണ്. നമ്മൾ നന്നാവുക, അത്ര മാത്രമേ അതിന് പറയാനുള്ളൂ. അപ്പൊ അവിടെ അങ്ങനെ ഒരു സൂചനയും കൂടെ ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നത് കാണാം. അതും കൂടെ കേൾപ്പിച്ച് വിഷയത്തിലേക്ക് തന്നെ വരുന്നു. വഅൻകിഹുൽ ലയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും. അവിഹിത ബന്ധം പാടില്ലെന്ന് പറഞ്ഞിട്ട് ഖുർആൻ വിവാഹത്തെ പ്രേരിപ്പിക്കുന്നു. വഅൻകിഹു, മുഅ്മിനീങ്ങളെ നിങ്ങൾ കല്യാണം ഉണ്ടാക്കി കൊടുക്കണം. ആർക്ക്? അൽ അയാമാ മിൻകും, നിങ്ങളിലുള്ള അവിവാഹിതർക്ക് നിങ്ങൾ കല്യാണം ഉണ്ടാക്കി കൊടുക്കണം. വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും, നിങ്ങളിലുള്ള അടിമ സ്ത്രീകളും അടിമ പുരുഷന്മാരും അവരിൽ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകളുണ്ടാകും. നല്ല നിലക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ടാകും. അവർക്കും നിങ്ങൾ കല്യാണം ചെയ്തു കൊടുക്കണം. അവരെ അധീനപ്പെടുത്തി വച്ചിരിക്കുന്ന നേതാക്കന്മാരോട് പറയുകയാണ്, അവരെ അധീനപ്പെടുത്തി വച്ചിരിക്കുന്ന യജമാനന്മാരോടും യജമാനത്തിമാരോടും അള്ളാഹു പറയുന്നു വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും, അവർക്ക് നിങ്ങൾ കല്യാണ സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പാടില്ല. അവർക്കും നിങ്ങൾ കല്യാണം ഉണ്ടാക്കി കൊടുക്കണം. അത് അടിമ ഉടമ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇന്നതിന് പ്രസക്തിയില്ല. അതുകൊണ്ട് ചുരുക്കാൻ പറ്റുന്ന ഭാഗം
ആ ഭാഗമൊക്കെ ചുരുക്കാനുള്ള ഭാഗമായി കണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പ്രഭാഷണം ആ ഭാഗത്തൊക്കെ വളരെ ചുരുക്കി മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഇന്ന് പ്രസക്തിയിലില്ലാത്ത ഒരു കാര്യം ഇങ്ങനെ പറയേണ്ടതില്ലല്ലോ. ഇനിയും ഏതെങ്കിലും ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ വന്നാൽ അത് പ്രസക്തമാകും. ഇപ്പോൾ എന്തായാലും അത് പ്രസക്തമായൊരു കാര്യമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വഅൻകിഹുൽ അയാമാ മിൻകും, അവിടെ നിങ്ങൾ കല്യാണം ഉണ്ടാക്കി കൊടുക്കണം. അല്ലയാമാ മിൻകും, നിങ്ങളിലുള്ള അവിവാഹിതർക്ക്. അയാമ എന്ന് പറഞ്ഞാൽ അയ്യം എന്നതിന്റെ ബഹുവചനമാണത്. എന്താണ് അയ്യം എന്ന് പറഞ്ഞാൽ? മല്ലാ സൗജ ലഹു റജുലൻ അവിംറഅതൻ ബിക്റൻ കാന ഔ ഖയ്യിബ, ഭർത്താവില്ലാത്ത ഭാര്യയില്ലാത്ത ഒരാള്, അവിവാഹിതൻ എന്നാണ് അതിന്റെ അർത്ഥം. റജുലൻ കാന അവിംറ, അത് ആണാവട്ടെ അല്ലെങ്കിൽ പെണ്ണാവട്ടെ, കന്യകയാവട്ടെ, അതുപോലെ തന്നെ കന്യകാത്വം നീങ്ങിപ്പോയ പെണ്ണാവട്ടെ, ആരായാലും ശരി അവർക്ക് നിങ്ങൾ കല്യാണം ഉണ്ടാക്കി കൊടുത്തോണം. അല്ല അയാമാമിക്കു, അയാമ എന്നതിന് സാധാരണ വിധവകൾ എന്നൊരർത്ഥോ അയ്യം എന്നതിന് വിധവകൾ എന്നൊരർത്ഥമുണ്ട്. ആ അർത്ഥം മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് ആ കാര്യം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നതായിട്ട് കാണാം. ഇമാം നസഫി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് കാണാം. എന്നല്ല, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളെ കെട്ടിക്കൽ മാത്രമല്ല നിർബന്ധോ, പെൺകുട്ടികൾക്ക് കല്യാണം ഉണ്ടാക്കി കൊടുക്കണമെന്നല്ല. ഇത് നിർബന്ധം എന്നല്ല കേട്ടോ, സുന്നത്ത്, കൽപ്പന സുന്നത്തിന് വേണ്ടിയാ. ഏതാവട്ടെ, ഈ കല്യാണം ഉണ്ടാക്കി കൊടുക്കണമെന്ന കൽപ്പന വരുന്നത് യഥാർത്ഥത്തിൽ പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺകുട്ടികൾക്കും കല്യാണം ഉണ്ടാക്കി കൊടുക്കണം. തീരെ കെട്ടിക്കാത്ത പെൺകുട്ടികൾക്ക് മാത്രമല്ല, ഒരിക്കൽ കെട്ടിച്ച് വിവാഹമോചിതയായി നിൽക്കുന്നവർക്കും വേണം. അപ്പം കേവലം വിധവകൾ എന്ന് മാത്രമല്ല, അപ്പോ ഈ യജമാനന്മാര് തീരുമാനിക്കണം, എന്റെ അടിമക്കൊരു പെണ്ണ് കെട്ടിച്ചു കൊടുത്താൽ ആ പെണ്ണിനെയും കൂടെ ഞാൻ ഹലാക്കാക്കലാണോ? കാരണം ഇന്ന് എന്നോടുള്ള ബാധ്യതയും പടച്ചവനോടുള്ള ബാധ്യതയും തന്നെ ഈ അടിമ നിർവഹിക്കുന്നില്ല. അപ്പൊ ആ പെണ്ണിനോടുള്ള ബാധ്യതയും നിർവഹിക്കില്ല. ഇനി ആ പെണ്ണിനെയും കൂടെ ഞാൻ വെറുതെ കയറില്ലാതെ കെട്ടിയിടണ്ട, അങ്ങനെയാ ചിന്തിക്കേണ്ടത്. കാരണം അന്നൊക്കെ അടിമകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടുത്തം വിട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് അവിടെ വസ്വാലിഹീൻ എന്ന ഒരു കണ്ടീഷൻ പ്രത്യേകം വെക്കാൻ കാരണം. പിന്നെ മാത്രമല്ല, അടിമ അത് കല്യാണം കഴിച്ചാലില്ലെങ്കിലൊക്കെ അതിന്റെ ബാധ്യത ഈ ഉടമക്കുണ്ടാകും. നേരെ മറിച്ച് മകനാവട്ടെ മകളാവട്ടെ ആ ബാധ്യത ഇയാൾക്ക് വരൂല. കാരണം സ്വതന്ത്രന്മാരെ സംബന്ധിച്ചിടത്തോളം അത് നടത്തി കൊടുക്കാനുള്ള ഇടയിലുള്ള ഒരാള് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തി എടുക്കേണ്ടത്, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിനെ കുറിച്ചൊക്കെ ആലോചിക്കേണ്ടത് സ്വന്തമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ സ്വാലിഹീൻ എന്ന ആ ഡിമാൻഡ് വെച്ചിട്ടില്ല. അതേസമയം മറുവശത്ത് ആ ഒരു ഡിമാൻഡ് അല്ലാഹു വെച്ചിട്ടുണ്ട്. ഏതാവട്ടെ, എങ്ങനെയായാലും ശരി എന്റെ പ്രിയപ്പെട്ട സഹോദര, സമൂഹത്തിൽ അവിവാഹിതരുണ്ടായിക്കൂടാ, വിവാഹം കഴിച്ചു കൊടുക്കണം ഇതാ പറയുന്നത്. എന്നാൽ ഈ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ സ്വാഭാവികമായും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ഒരു സംശയം സ്വാഭാവികമായും വന്നേക്കാം. അതെന്താണ്? വിവാഹം കഴിക്കുന്നതിന്റെ വിധി എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിവാഹം കഴിക്കുന്നത് സംബന്ധമായി ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്ന, ഒരാൾക്ക് വിവാഹം കഴിക്കാൻ മോഹമുണ്ട്. ആ വിഷയം പെട്ടെന്ന് ചുരുക്കി പറയാൻ, അതിന്റെ നിയമവശം ഒന്ന് ചുരുക്കി അങ്ങോട്ട് പറയാം. ഒരാൾക്ക് വിവാഹം കഴിക്കാൻ മോഹമുണ്ട്. മൻ തതൂഖു നഫ്സുഹു ഫി നിക്കാഹ് ഫയുസ്തഹബ്ബു ലഹു അൻ യൻകിഹ ഇൻ വജദ ഉഹബത്തൻ നിക്കാഹ് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാനുള്ള മഹ്റു എടുക്കാനും ആ ഭാര്യനെ പോറ്റാനും ഒക്കെ ഉള്ള ചെലവിന് വക ഉണ്ടവന്. അങ്ങനെ വക ഉള്ള ഒരാള്, അയാൾക്ക് വിവാഹം കഴിക്കാൻ മോഹമുണ്ട്, മാനസികമായിട്ട് താല്പര്യമുണ്ട്, എന്നാൽ വിവാഹം കഴിക്കൽ സുന്നത്താണ്. സവാഉൻ കാന മുഖ്ബിലൻ അലൽ ഇബാദത്തി ഔ ലം യകുൻ കദാലിക. അത് ഇബാദത്തിൽ അങ്ങോട്ട് മുഴുകി കൂടുന്ന ആളാണെങ്കിലും വേണ്ടിയില്ല, അല്ലെങ്കിലും വേണ്ടിയില്ല. എന്ന് പറഞ്ഞാൽ ഇബാദത്തിനായിട്ടാണ് തിരിഞ്ഞു നിൽക്കുന്ന ആൾക്ക് നിക്കാഹ് സുന്നത്ത് ഇല്ലാതെ ആവുമോ? ഇല്ല. കാരണം ഇബാദത്തിനങ്ങോട്ട് മുറിഞ്ഞൊഴിഞ്ഞു നിന്നാലും നിക്കാഹ് സുന്നത്ത് തന്നെയാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ആ സുന്നത്ത് ഹയാത്താക്കാൻ അവൻ ശ്രമിക്കണം. ഇബാദത്തിന് മുടക്കം വരും, കുട്ടികളും മക്കളും ബാധ്യതയൊക്കെ ഉണ്ടാകുമ്പോ. അപ്പൊ തൽക്കാലം ഈ സുന്നത്ത് പോകുമോ എന്ന ചർച്ചയിലാണ് അത് ചെയ്യേണ്ടി അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചർച്ച യഥാർത്ഥത്തിൽ അവിടെ കൊണ്ടുവരേണ്ടി വന്നത്. അപ്പൊ കല്യാണം കഴിക്കാൻ വകയുണ്ട്, മോഹമുണ്ട്, എന്നാ കല്യാണം കഴിക്കല് സുന്നത്താണ്. പക്ഷെ കല്യാണം കഴിക്കൽ നിർബന്ധമല്ല. എന്നാൽ ഇനി കല്യാണം കഴിക്കാൻ അവന് വകയില്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ മഹർ കൊടുക്കാനും ചെലവ് കൊടുക്കാനും ഒന്നും കഴിയൂല, എന്നാൽ എന്ത് ചെയ്യണം? അവന്റെ വികാരത്തെ നോമ്പ് കൊണ്ട് പൊട്ടിച്ചു കളയണം എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റു ഇബാദത്തുകളെ കൊണ്ടൊക്കെ പൊട്ടിച്ചു കളയാം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അത് ഓർമ്മപ്പെടുത്തി, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽതസവ്വജ്. ഓ യുവസമൂഹമേ, ലളിതമായ ഒരു നിക്കാഹിന്റെ ചടങ്ങിന് നിങ്ങൾക്ക്, അതിനുള്ള ചെലവിന് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒരുപാട് 10 പവൻ മഹർ കൊടുക്കുക എന്നുള്ള പരിപാടിയല്ല. അതൊക്കെ ആ കൂട്ടത്തിൽ പറഞ്ഞു പോകേണ്ട കാര്യമാണ്. മഹർ, സ്ത്രീധനം, ഇതൊക്കെ ഇവിടെ പരാമർശിക്കേണ്ട കേസായിരുന്നു. 10 പവൻ മഹർ കൊടുത്തിട്ടുള്ള പരിപാടിയല്ല. ഒരു ലളിതമായ ചടങ്ങിന് നിങ്ങൾക്ക് കഴിയോ? ഒരു ചെറിയ മഹർ കൊടുക്കാനും ജീവിതത്തിൻ്റെ രണ്ടറ്റം പ്രയാസപ്പെടാതെ ഇങ്ങനെ കൂട്ടിമുട്ടിച്ച് ഇങ്ങനെ കൊണ്ടുപോകാനും കഴിയുന്നുണ്ടോ? നിങ്ങൾ നിക്കാഹ് ചെയ്യണം, സുന്നത്താണ്. അതിന് കഴിയൂലെങ്കിൽ, അതിന് കഴിയാത്ത ഒരു ചുറ്റുപാടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നോമ്പ് നോൽക്കാം. കാരണം നിങ്ങൾ വിവാഹം ചെയ്താൽ അത് ഹറാമിലേക്ക് നോക്കുന്നതിന് നിങ്ങളുടെ കണ്ണുകളെ, ദൃഷ്ടികളെ നിയന്ത്രിക്കുന്നതും നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കുന്നതുമാണ്. സാധിക്കാതെ വരുമ്പോ അവൻ നോമ്പ് നോറ്റുകൊള്ളട്ടെ. കാരണം നോമ്പ് അവനൊരു പരിചയാകുന്നു. നോമ്പ് അവനൊരു പരിചയാകുന്നു. ഇനി മോഹമില്ല, നിക്കാഹിന് മോഹമില്ല, എന്നാൽ വിവാഹച്ചെലവ് അവന് കിട്ടുന്നുമില്ല, നിക്കാഹിന് മോഹവുമില്ല, അല്ലെങ്കിൽ കേവലം നിക്കാഹിന് മോഹമില്ല, എന്നാൽ തന്നെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിക്കാഹ് ചെയ്യൽ കറാഹത്താണ്. ഹറാമില്ല, കറാഹത്താണ്. യുക്റഹു ലഹു അൻ യൻകിഹ്. എന്താണ് വിവാഹം കഴിക്കാൻ അങ്ങനെ ഒരു ആഗ്രഹമല്ല, അങ്ങനെ ഒരു മൂഡ് അവനില്ല. എന്നാൽ അവൻ വിവാഹം ചെയ്യല് അത് ചിലപ്പോ അവന്റെ ശാരീരികമായ ശേഷിക്കുറവ് കൊണ്ടാവാം, മറ്റെന്തോ കാരണങ്ങളാലാവാം. എന്താവട്ടെ, വിവാഹം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വിവാഹം ചെയ്യൽ കറാഹത്താണ്. കാരണം ലിഅന്നഹു യൽതസിമു മാ ലാ യുംകിനുഹുൽ ഖിയാമു ബിഹഖ്ഖി. ബാധ്യത നിർവഹിക്കാൻ കഴിയാത്ത ഒരു കാര്യം ഏറ്റെടുക്കലവൻ. അവൻ ആദ്യം തന്നെ താല്പര്യമില്ലാത്ത ഒരു കേസ് അങ്ങനെ ഏറ്റെടുക്കാൻ പോകണ്ട. ഇനി അവന് ചെലവ് കൊടുക്കാൻ കഴിയില്ല, അതേസമയം അവന് മോഹമുണ്ട്. ചിലവ് കൊടുക്കാൻ കഴിയില്ല, അതേസമയം അവന് മോഹമുണ്ട്. എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് നിക്കാഹ് കറാഹത്തില്ല. ആ ആള് നിക്കാഹ് ചെയ്യുന്നെങ്കിൽ അവന് കറാഹത്തില്ല, ചെയ്യാവുന്നതാണ്. എന്നല്ല, ഏറ്റവും നല്ലത് ആ നിക്കാഹ് ചെയ്യലാണോ ചെയ്യാതെ ഇബാദത്തിന് വേണ്ടി മാറി നിൽക്കലാണോ നല്ലത് എന്നൊരു ചോദ്യമുണ്ട്. ആർക്ക്? നിക്കാഹിന് ചെലവ് കൊടുക്കാനും മഹർ കൊടുക്കാനും തുടർന്ന് ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാനൊന്നും കഴിയാത്ത ഒരാൾ നിക്കാഹ് ചെയ്യാണോ വേണ്ടത്, ഇബാദത്തിന് വേണ്ടി മാറി നിൽക്കാണോ വേണ്ടത്? നിക്കാഹ് ചെയ്യൽ കറാഹത്ത് ഇല്ല എന്നത് ശരി, ജായിസാണ് എന്ന് പറയുമ്പോൾ സുന്നത്തില്ല അവന് നിക്കാഹ്. അവൻ ഏറ്റവും കൂടുതൽ നല്ലത് ജായിസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അവൻ ഏറ്റവും കൂടുതൽ നല്ലത്? അവന് ഇബാദത്തിന് വേണ്ടി മാറി നിൽക്കലാണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്നതാണ് ശാഫിഈ ഇമാമിന്റെ പക്ഷം. അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, അല്ല, അവിടെയും നിക്കാഹിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തെളിവ് പറഞ്ഞത്, യഹ്യാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു മദ്ഹ് ചെയ്യുമ്പോൾ പറഞ്ഞത് വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സാലിഹീൻ, വിവാഹം കഴിക്കാത്തയാളാണ് എന്ന് അല്ലാഹു പ്രത്യേകിച്ച് മദ്ഹ് പറഞ്ഞത് കാണാം. അവിടെ നമ്മൾ മനസ്സിലാക്കണം, കഴിവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ വിവാഹം കഴിക്കാതിരിക്കലാ നല്ലത്. അതല്ലാതെ ഐബായ ഒരു കാര്യം കൊണ്ട് ഒരു സാധാരണ വ്യക്തിയെ പോലും മദ്ഹ് ചെയ്യാൻ പറ്റൂല. അറുവഷളൻ കാര്യം കൊണ്ട് ഒരു സാധാരണ മനുഷ്യനെ പോലും മദ്ഹ് ചെയ്യാൻ പറ്റില്ല. പിന്നെയുണ്ടോ ഒരു നബിയെ മദ്ഹ് ചെയ്യുന്നത് എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കത്തില് കല്യാണം കഴിക്കുന്നതിന്റെ വിധി എന്താണെന്ന് ചോദിച്ചാൽ അതേക്കുറിച്ച് പറയാനുള്ളത് ഇതാണ്. ഇനിയും കുറെ തെളിവുകൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇതിന് നിരത്തിയിട്ടുണ്ട്. ഏതാവട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ചർച്ചയല്ലല്ലോ, നമ്മൾ വിശാലമായ ഒരു ചർച്ചയല്ല നടത്തുന്നത്. സഹോദരന്മാരെ, വിവാഹം ചെയ്യാൻ കഴിവുള്ള ആളുകൾ ചെയ്യണം, വിവാഹത്തിന് മോഹമുള്ളവരും അത് നടത്തണം. വളരെ പ്രധാനപ്പെട്ട സുന്നത്താകുന്നു ഇത്. വസ്വാലിഹീന മിൻ ഇബാദിക്കും വ ഇമാഇക്കും. ഇനി ഖുർആൻ പറയുന്നു, ഇയകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹ്. ഇയകൂനു ഫുഖറാ, അവർ ദരിദ്രരാണെങ്കിൽ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് മാത്രം നിങ്ങൾ വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കരുത്.
നിങ്ങൾ ദരിദ്രരാണോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളെ സമൃദ്ധരാക്കും. യകൂനു ഫുഖറാ, അവർ ദരിദ്രന്മാരാണെങ്കിൽ യുഗ്നിഹിമുല്ലാഹ്, അല്ലാഹു അവർക്ക് സമൃദ്ധി നൽകും. മിൻ ഫദ്ലിഹി, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് അല്ലാഹു കൊടുക്കും. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു ധാരാളം വിശാലമായ ഖജനാവുണ്ട് പടച്ച റബ്ബിന്റെ അടുത്ത്. ധാരാളം അനുഗ്രഹങ്ങൾ ഉള്ളവനാണ്, എത്രയും നിങ്ങൾക്ക് തുറന്നു തരാൻ കഴിയുന്നവനാണ്. അലീം, എത്ര തരണം, എപ്പോൾ തരണം, എത്ര കണക്കിന് തരണം, ഇതൊക്കെ പടച്ച റബ്ബിന് നന്നായി അറിയാം. വല്ലാഹു വാസിഉൻ അലീം. അതുകൊണ്ട് നിങ്ങൾ തവക്കുലായി വിവാഹം ചെയ്തോളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധനം നൽകും എന്ന് ഖുർആൻ അങ്ങോട്ട് പറയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ പറയാറുണ്ടായിരുന്നു, ഉത്ലുബുൽ ഗിനാ ഫീ ഹാദിഹിൽ ആയ. ആരോടെങ്കിലൊക്കെ എന്താ നിങ്ങൾ കല്യാണം കഴിക്കാത്തെന്ന് ചോദിക്കുമ്പോൾ ഒരു ധൈര്യക്കമ്മി. മഹർ കൊടുക്കാനൊക്കെ കഴിയും, ചെലവ് കൊടുക്കാനൊക്കെ കഴിയും തന്നെയാണ്. എന്നാലും മക്കളും കുട്ടികളും ഒക്കെ ആകുമ്പോൾ അതൊക്കെ എല്ലാം കൂടെ പോറ്റി കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളൊരു പേടി. ബഹുമാനപ്പെട്ടവർ ഈ ആയത്തോതിയിട്ട് പറയത്രേ, ഉത്ലുബുൽ ഗിനാ ഫീ ഹാദിഹിൽ ആയ. ഈ ആയത്തിൽ മനസ്സുറപ്പിച്ച് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് സമൃദ്ധി അന്വേഷിച്ചോളൂ എന്ന് ബഹുമാനപ്പെട്ടവർ പറയാറുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇത് പറയാറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ടവർ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ട സഹോദരാ, ഇതാ പറഞ്ഞത്. പിന്നീട് ആ പറഞ്ഞതിന് വലിയ ഒരർത്ഥമുണ്ട്. യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹ്. എന്നിട്ട് ഞാൻ കല്യാണം കഴിച്ചിട്ട് എനിക്ക് സമൃദ്ധി കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചേക്കാം പലരും. അങ്ങനെയൊക്കെ ചിലപ്പോൾ സംശയങ്ങൾ ചോദിച്ചേക്കാം. അള്ളയല്ലേ ഈ ഓഫർ തന്നത് എന്ന് പറഞ്ഞാൽ മറ്റൊരായത്തിൽ അല്ലാഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വഇൻ ഖിഫ്തും ഐലതൻ, നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നെങ്കിൽ ഭയപ്പെടേണ്ട, ഫസൗഫ യുഗ്നീകുമുല്ലാഹു മിൻ ഫദ്ലിഹി ഇൻഷാ. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു നിങ്ങളെ സമൃദ്ധമാക്കും എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മറ്റൊരായത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ആ ഒരു ഉദ്ദേശം അതിനൊക്കെ അടിസ്ഥാനപരമായ വിഷയമാണ്. അതെന്താ? നമ്മൾക്ക് മുതൽ തരാൻ പാടില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കും അള്ളാഹു തരാതിരുന്നത്. സാധുക്കൾ ഒരിക്കലും ബേജാറാവരുത്, എനിക്ക് അല്ലാഹു എന്തുകൊണ്ട് സമ്പത്ത് തന്നില്ല. അവിടെയാണ് ഇൻഷാ എന്ന് പറഞ്ഞ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ എന്ന് പറഞ്ഞതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെന്താ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിനോട് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചോദിച്ചു, നബിയെ, നാളെ മഹ്ശറിൽ ഞങ്ങൾ നിങ്ങളെ എവിടെയാണ് തിരയേണ്ടത്, എവിടെയാണ് നബിയെ അന്വേഷിക്കേണ്ടത്? ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത്. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിച്ചോ ഫീ സുംറത്തിൽ ഫുഖറാഇ വൽ മസാകീൻ. സാധുക്കളും പാവപ്പെട്ട ജനങ്ങളും എവിടെയാ ഉള്ളത് എന്ന് നോക്കുക. ആ കൂട്ടത്തിൽ എന്നെ നോക്കണം, അവിടെയുണ്ടാകും ഞാനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഈ സമ്പത്തിന്റെ പളപളപ്പില്ല, ഞാൻ ഒരുപാട് ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. അവിടെ ആ മനുഷ്യന്റെ മനസ്സും കൂടി ഒന്നങ്ങോട്ട് നന്നായാൽ അവന് നാളെ ആഖിറം സലാമത്താക്കാൻ കഴിയും. അതേസമയം മുതലുണ്ടായിട്ട് ആഖിറം നേടണമെങ്കിൽ നല്ല പ്രയാസമാണ്. സാധുവിന് ആഖിറം നേടാൻ ഒരു ചെറിയ ക്ഷമയുണ്ടായാൽ മതി, എന്നാൽ അവൻ ആഖിറം നേടാൻ പറ്റും. എന്നാൽ ഈ സാധു തന്നെ മുതലാളിമാര് മുതലുള്ളത് കൊണ്ട് ചെയ്ത തെറ്റ് എന്താണോ അതേ തെറ്റ് കാരണമായിട്ട് സാധുവും നരകത്തിലേക്ക് പോകുമെന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ളവർ രേഖപ്പെടുത്തുന്നത് കാണാം. അങ്ങനെ ഉണ്ട്. അതും കൂടെ കൂട്ടത്തിലൊന്ന് പറയാണ്. സാധുക്കൾക്ക് കുറെ സമാധാനം ഉണ്ടാവും. അവരെ ഉണർത്താൻ വേണ്ടിയിട്ടൊരു വാക്ക്. ഏത്? മുതലാളിമാർ നരകത്ത് പോകുന്ന അതേ കാരണം കൊണ്ട് സാധുക്കളും നരകത്തിലേക്ക് പോകും. പച്ച സാധുക്കൾ. ഇതെങ്ങനെ അറിയോ? തൻ്റെ കൂടെ പഠിച്ച അഷ്റഫ്, അവൻ വിലസിങ്ങനെ നടക്കുക. സദാസമയത്തും ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, നല്ലൊരു കാർ എടുത്തു. ആ കാറിൻ്റെ ബാക്കിൽ എപ്പോഴും കുപ്പിയും വളയും പൊട്ടുകയും കിലുങ്ങുകയും ചെയ്യാണ്. കുപ്പി പൊട്ടുന്നു, വള കിലുങ്ങുന്നു. അങ്ങനെ ഓരോ ദിവസവും പുതിയത് കാറിൽ ഇങ്ങനെ കയറ്റുന്നു, കൊണ്ടുപോകുന്നു. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവൻ്റെ കൂടെ പഠിച്ച പാവപ്പെട്ട അൻവർ, അവൻ റോഡ് വക്കിൽ നിന്ന് ഇതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, പഠിച്ചോനെ, ഞാൻ അഷ്റഫിനെ പോലെ ആയില്ലല്ലോ. അവനെപ്പോലെ ഒരു 10 കാശ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനും ഇങ്ങനെ ദിവസം തരം മാറി ഉപയോഗിക്കുമായിരുന്നു
ഞാനും കുപ്പി പൊട്ടിക്കുമായിരുന്നു, ഞാനും പുതിയ പുതിയ വളകൾ കിലുക്കുമായിരുന്നു എന്ന ആ ഒരു മോഹം ഇവന്റെ മനസ്സിലുണ്ടോ? ഇവന് മുതൽ വേണ്ട. ആ മുതലാളി പോകുന്ന അതേ കാരണം കൊണ്ട് ഇയാൾ നരകത്തിലേക്ക് പോകുന്ന കാരണം ഇത് ആവശ്യമില്ലാത്തൊരു മോഹ. ഇത് ഇന്ന് അധിക സാധുക്കൾക്കും ഉണ്ട് താനും. ഇത് വൃത്തികെട്ട ഈ സാഹചര്യത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എല്ലാവർക്കും എനിക്കും അങ്ങനെയൊക്കെ ഒന്ന് ആകായിരുന്നു എന്നല്ല ഉള്ളത്. പൈസ ഉണ്ടെങ്കിൽ എനിക്കും അങ്ങനെയൊക്കെ ഒന്ന് ആകായിരുന്നു, മുതലാളി കാട്ടുന്ന പേക്കൂത്തുകളൊക്കെ കാട്ടായിരുന്നു എന്നാ മനസ്സിലുള്ളത്. നല്ലൽക്ക് നടക്കായിരുന്നു എന്നല്ല. എന്നവനെ പൈസ വേണ്ട, അല്ലെങ്കിൽ തന്നെ നരകത്തിലേക്ക് പോകും. അപ്പം അത്തരം മോഹങ്ങൾ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് മുളയിലെ നുള്ളിക്കളയണം, ഉണ്ടാവരുത്. അതിനുവേണ്ടി കൂട്ടത്തിലൊന്ന് ഉണർത്തിയെന്ന് മാത്രം. അപ്പം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സമ്പത്ത് തന്നില്ല എന്ന് കരുതി വേദനിക്കണ്ട. അത് അള്ളാഹുവിന്റെ ലക്ഷ്യം അങ്ങനെയായിരിക്കും. നമ്മുടെ ആഖിറം സലാമത്താക്കാൻ വേണ്ടിയിട്ട് സമ്പത്ത് തരാതിരുന്നതായിരിക്കും. ആ ആഖിറം സലാമത്താക്കാൻ വേണ്ടി മാത്രം നമുക്ക് ചിലപ്പോൾ സമ്പത്ത് തരും ചെയ്യും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തതുപോലെ, അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് കൊടുത്തതുപോലെ, ഇന്നും നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് മുതലാളിമാരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു കൊടുത്തതുപോലെ എത്ര മുതലാളിമാരുണ്ട്. ലക്ഷങ്ങൾ വലിച്ചിട്ട് കൊടുക്കുന്നു. ദീനീ പ്രവർത്തനത്തിന് വേണ്ടി അവർക്കൊരു പ്രയാസവുമില്ല. ചോദിക്കുന്നത് ദീനീ പ്രവർത്തകർ ചെന്ന് അവരോട് സഹായം അഭ്യർത്ഥിക്കുന്നത് അവർക്ക് സന്തോഷമേ ഉള്ളൂ. ഇത്ര മുതലാളിമാർ. ചിലപ്പോഴൊക്കെ അത്തരം മുതലാളിമാരെ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നിപ്പോകാറുണ്ട്. ദുന്യാവും ആഖിറവും അവർക്ക് സന്തോഷാകുകയാണല്ലോ എന്ന് തോന്നിപ്പോകാറുണ്ട്. അള്ളാഹു അത്തരത്തിലുള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് ഹസനത്ത് തന്ന് നമുക്ക് സമൃദ്ധി നൽകി അള്ളാഹു നമ്മെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. കാരണം ഫഖർ വന്നാൽ അതിൽ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ വലിയ കാര്യമാണ്. പക്ഷെ പിടിച്ചു നിൽക്കാൻ 99 ആളുകൾക്കും കഴിയില്ല. ഏതെങ്കിലും ഒരാൾക്കൊക്കെ അതിന് സാധിക്കൂ എന്ന കാര്യം ഒരിക്കലും മറന്നു പോകണ്ട. അല്ലെങ്കിൽ മിനിയാന്ന് പറഞ്ഞതുപോലെ 5 കിലോ അരിയുടെ മുമ്പിൽ തകരും ആദർശം. 5 കിലോ അരി കിട്ടിയാൽ, 5 പവൻ കിട്ടിയാൽ എല്ലാ ആദർശവും വലിച്ചെറിയും. അതും ഫഖറിന്റെ ഒരു വലിയ ദുരിതം. അതുകൊണ്ടാണ് നബിതങ്ങൾ ഫഖറിനെ തൊട്ട് നബി ദ്വാരന്നിട്ടുണ്ട്. എന്നെ പിഴപ്പിച്ച് കളയുന്ന ഗിനയും വേണ്ട, സമൃദ്ധിയും വേണ്ട, എന്നാൽ എല്ലാം മറപ്പിച്ച് കളയുന്ന ഫഖറും വേണ്ട. പടച്ചവനെ, എനിക്ക് വേണ്ടത് അതിൻ്റെ ഇടയിൽ ഒരു മീഡിയ ലെവലാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വഅമിത്നി മിസ്കീന വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ, ഞങ്ങളെ നീ നിന്നെ മറക്കുന്ന, ദീനിനെ മറക്കുന്ന, പിടുത്തം വിട്ട മുതലിന്റെ ഉടമകളാക്കി ഞങ്ങളെ നീ മാറ്റരുത് റഹ്മാനെ. അല്ലാഹുവേ, നീ അങ്ങനെ ഉണ്ടാക്കരുത് റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ ദീനും ദുനിയാവും രക്ഷിക്കാൻ ആവശ്യമായ മുതല് ഞങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മര്യാദക്ക് നിർവഹിക്കാനുള്ള സമ്പത്ത് ഞങ്ങളെ കയ്യിൽ നീ തരണേ അല്ലാ. അതിനുള്ള സമ്പത്ത് ഞങ്ങളെ കയ്യിൽ നീ തരണേ റഹ്മാനെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, മനസ്സിലാക്കിക്കോളൂ. യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹ് എന്ന് പറഞ്ഞതിന് അല്ലാഹു ഉദ്ദേശിച്ചെങ്കിലേ കിട്ടൂ. എന്നാൽ നല്ല തവക്കുലോടുകൂടി അങ്ങ് ഇറങ്ങിയാൽ വലിയ ഐശ്വര്യം വരും. അങ്ങനെ വന്ന എത്രയോ ആളുകൾ ചരിത്രത്തിലുണ്ട്. പാവപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഈ ആയത്തിൽ തവക്കുലാക്കി അങ്ങ് കല്യാണത്തിനൊരുങ്ങിയപ്പോൾ അവർക്ക് വലിയ ഐശ്വര്യം വന്നു. ഈ ഐശ്വര്യം എങ്ങനെയാ ഇവർക്ക് കിട്ടിയത്? 100 കാറും വാങ്ങിയിട്ട് കിട്ടിയ ഐശ്വര്യാണോ? അല്ല. ഞാൻ പറയുന്നതിൽ നിങ്ങൾ വേദന കരുതരുത്. എത്രയോ ആളുകളുണ്ട്. വിവാഹത്തെ കച്ചവടമായി കണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. സ്ത്രീധനം എന്ന് പറയുന്ന മഹാവിപത്ത് നമ്മുടെ നാട്ടിലേക്ക് വല്ലാതെ കുടിയേറിയിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിലേക്ക് വല്ലാതെ ചേക്കേറിയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അല്പമൊക്കെ മാന്യതയുള്ളവരും ഈ സംഗതിയൊക്കെ നിരുത്സാഹപ്പെടുത്തേണ്ടവരും നിക്ഷയത്തിന്റെ സദസ്സുകളിൽ ഇത്തരം വിഷയങ്ങളാണ് ആദ്യം വലിച്ചിടുന്നത്. എന്നാൽ അവർക്ക് വേണ്ടി ഞാൻ ഒരൊറ്റ കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഉണർത്തുന്നു. ഇത് സംബന്ധമായി ഈ സംഗതി കൊണ്ട് ധാരാളം പെൺകുട്ടികൾ വിവാഹ മംഗല്യ സ്വപ്നം പൂവണിയാതെ വീട്ടിൽ കണ്ണീര് കുടിച്ച് കഴിയുന്നുണ്ട്. പറയാതിരിക്കാൻ വയ്യ. ഈ കഫം കുടിച്ചിട്ട് നമുക്കൊരിക്കലും വയറു നിറയാൻ പോകുന്നില്ല. വളരെ ഗൗരവത്തോടുകൂടെ ആലോചിച്ചോ. എന്നിട്ട് ഈ പെണ്ണിന്റെ ഉപ്പ പള്ളിതോറും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എന്തിന്? മകളെ കെട്ടിക്കാൻ, പിരിവെടുക്കാൻ. ഈ ഒരു ദുർഗതിയിലേക്ക്, ഈ ഒരു ദുരന്തത്തിലേക്ക് ഈ ഉമ്മത്തിനെ തള്ളിവിടാൻ പാടില്ല. വളരെ ഗൗരവത്തോടുകൂടെ ഞാൻ 1-2 ഹദീസുകൾ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നു. ഹബീബ് റസൂലുള്ളാഹി പറയുന്നു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമീഅതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണത്? മൻ തസവ്വജ ഇംറഅതൻ ലിഇസ്സിഹാ, 10 കൊല്ലം തന്റെ ഖാദിമായി തന്റെ ഓഫീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ട ഖിദ്മകൾ സമർപ്പിച്ച മഹാനായിരുന്നു അനസ് ഇബ്നു മാലിക്. എല്ലാവർക്കും അറിയാമല്ലോ.
അവർ പറയാണ്, റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ തസവ്വജ ഇംറഅതൻ ലിഇസ്സിഹാ, ഏതെങ്കിലും ഒരാൾ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ ലിഇസ്സിഹാ, അവളുടെ അന്തസ് ആലോചിച്ചിട്ട്, അവളുടെ അന്തസ് ആലോചിച്ചിട്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ, നല്ല അന്തസ്സുള്ള ഒരു കുടുംബത്തിലുള്ള ആളാണ്, അവരെ കൂട്ടത്തിനൊരു ബന്ധം നടന്നാൽ നമുക്ക് അന്തസ്സുണ്ടാകുമെന്ന് കരുതിയിട്ട് കെട്ടാൻ പോയാൽ ലം യസിദ്ഹുല്ലാഹു ഇല്ലാ ദുല്ലാ, നിന്ദ്യതയല്ലാതെ അല്ലാഹു അവന് വർദ്ധിപ്പിക്കുകയില്ല. അവന് ഇസ്സത്ത് കരുതി കല്യാണം കഴിക്കാൻ പോയാൽ ദില്ലത്തെ പടച്ചോൻ കൊടുക്കൂ. വമൻ തസവ്വജഹാ ലിമാലിഹാ, പെണ്ണിന്റെ സമ്പത്ത് മോഹിച്ച് കല്യാണം കഴിച്ചവർ ലം യസിദ്ഹുല്ലാഹു ഇല്ലാ ഫഖ്റാ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു, ദാരിദ്ര്യമല്ലാതെ അല്ലാഹു അവന് വർദ്ധിപ്പിക്കുകയില്ല. വമൻ തസവ്വജഹാ ലിഹസബിഹാ, തറവാട് മഹിമ കണ്ടിട്ട് പേര് കേട്ട കുടുംബങ്ങളാണെന്ന് കരുതിയിട്ട് അവരെ കൂട്ടത്തിന് ഒരാളെ കല്യാണം കഴിക്കാന്ന് കരുതിയിട്ട് ഒരു പെണ്ണിനെ കെട്ടാൻ പോയാൽ ലം യസിദ്ഹുല്ലാഹു ഇല്ലാ ദനാ, അവർക്ക് എല്ലാ നിലക്കും അല്ലാഹു താഴ്ച മാത്രമേ നൽകൂ. ഇസ്സത്ത് ഉദ്ദേശിച്ചു പോയതാണല്ലോ, അപ്പോൾ അല്ലാഹു താഴ്ത്തി കളയുകയാണ്. വമൻ തസവ്വജ ഇംറഅതൻ, അതേസമയം ഒരു പെണ്ണിനെ ഒരാൾ കല്യാണം കഴിച്ചു, ലം യതസവ്വജ്ഹാ, ആ പെണ്ണിനെ അയാൾ കല്യാണം കഴിച്ചിട്ടില്ല, ഇല്ലാ ലിയഗുള്ള ബസറഹു വലിയുഹ്സിന ഫർജഹു, അയാൾക്ക് 2 ലക്ഷ്യമേ ഇതിന്റെ പിന്നിലുള്ളൂ. നല്ല ഒരു കുടുംബജീവിതം നയിക്കണം, എന്റെ ഹറാമായ കണ്ണുകളെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയണം, എന്റെ അവയവത്തെ എനിക്ക് പരിശുദ്ധമാക്കാൻ കഴിയണം. നല്ല നിയ്യത്തോടുകൂടി ഒരാളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു, ദീനിനാണ് പ്രാധാന്യം നൽകിയത്. ഔ യസില റഹിമ, അല്ലെങ്കിൽ കുടുംബബന്ധം ചേർക്കണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ലൊരു കുടുംബബന്ധം ചേർക്കണം, നല്ല ഒരു കുടുംബമായിട്ട് ജീവിക്കണം എന്നൊക്കെ കരുതിയിട്ട് നല്ല ഇഖ്ലാസോടുകൂടി ഒരു പെണ്ണ് കെട്ടിയാൽ ബാറകല്ലാഹു ലഹു ഫീഹാ വബാറക ലഹാ ഫീഹി, സദഖ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ആ പെണ്ണിൽ ആ ആണിനും ആ ആണിൽ ആ പെണ്ണിനും അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഇപ്പൊ നമ്മൾ എവിടെ എത്തിയെന്നറിയോ? ഇത് ഇമാം തബ്രാനി ഉദ്ധരിച്ച ഹദീസാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഇത് വെറും കച്ചവട മേഖലയിലേക്ക് എത്തിയിരിക്കുകയാണ്. കച്ചവടം പറഞ്ഞുറപ്പിക്കുന്ന ഒരു ഏർപ്പാട് ഇതുണ്ടാവരുത്. ഇത്തരം ജീർണതകൾക്കെതിരെ നമുക്ക് ശബ്ദിക്കാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇതിന്റെ ദുരന്തം വളരെ ദൂരവ്യാപകമാണ്. ഇനി നിങ്ങൾ കേട്ടോ, ഇമാം ഗസാലി പറഞ്ഞത് ഒന്നും കൂടെ കടുപ്പാ. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതൊന്നും യഥാർത്ഥത്തിൽ കേൾക്കുകയും പരിചയപ്പെടുകയും ചെയ്താല് വിലപേശി സ്ത്രീധനം വാങ്ങിയ ഒരാള് അവൻ ഒരുപാട് തവണ ഇങ്ങനെ മൂക്കത്ത് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കും, പഠിച്ചോനെ എന്താ ഞാൻ കാട്ടിയത്, നെഞ്ചത്ത് കൈവച്ച് ഓർക്കണം, എന്താ ഈ ഏർപ്പാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖൈറുൻ നിസാഇ അഹ്സനുഹുന്ന വുജൂഹാ, പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പെണ്ണ് കാണാൻ കോലുള്ള പെണ്ണാണ്. അഹ്സനുഹുന്ന വുജൂഹാ, കാണാൻ ഭംഗിയുള്ള പെണ്ണ്. വഅർഹസുഹുന്ന മുഹൂറ, കാണാൻ ഭംഗിയുണ്ട്, നല്ല സൂപ്പർ പെണ്ണാണ് എന്നതുകൊണ്ട് മഹിർ എടുക്കാൻ മാത്രം ചോദിക്കുന്നില്ല. വഅർഹസുഹുന്ന മുഹൂറ, മഹിർ വളരെ ചുരുങ്ങിയ പെണ്ണും. നല്ല സൗന്ദര്യമുള്ള പെണ്ണ്, അതോടൊപ്പം മഹിർ ചുരുങ്ങിയ പെണ്ണ്. വേറെ ഒരു ഹദീസിലുണ്ട്, അബ്റഖുഹുന്ന അഖല്ലുഹുന്ന മഹറ, പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബറക്കത്തുള്ള പെണ്ണ്. അബ്റഖുഹുന്ന, പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ബറക്കത്തുള്ള പെണ്ണ്. അഖല്ലുഹുന്ന മഹറ, മഹർ ചുരുങ്ങിയ പെണ്ണാണ്. ഇതിലും നമുക്കൊന്നും ബേജാറില്ലല്ലോ. 10 പവൻ ആയിക്കോട്ടെ, കാരണം ഇങ്ങോട്ട് 100 വാങ്ങല്ലേ, നമുക്കൊരു മുടക്കൂല്ലല്ലോ, എന്ന് എടുത്തു കൊടുത്താൽ പോരെ. ഇതൊക്കെ റസൂലുള്ള വെച്ചത് എന്തിനാ? വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കണം നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, മിൻ ജിഹത്തിൽ മർആ, പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് മഹർ കൂടുതൽ ചോദിക്കൽ കറാഹത്താണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഫയുക്റഹു സുആലു അൻ മാലിഹാ മിൻ ജിഹത്തിർ റജുലി, പുരുഷന്റെ ഭാഗത്ത് നിന്ന് പെണ്ണിന്റെ മുതലിനെ കുറിച്ച് അന്വേഷിക്കുന്നതും കറാഹത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. വലാ യംബഗി അൻ യൻകിഹ തമഅൻ ഫിൽ മാലി, ഒരിക്കലും മുതലാഗ്രഹിച്ചുകൊണ്ട് കല്യാണം കഴിക്കൽ ഒരു മുസൽമാന് ചേർന്ന പണിയല്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഖാലൻ നൂരിയു, നൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഇദാ തസവ്വജ, ഒരാളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു, വഖാല, അവൻ ചോദിച്ചു, അയ്യു ശൈഇൻ ലിൽ മർആ, ഇവർക്ക് എത്ര ഏക്കർ സ്ഥലമുണ്ട്, ഏതൊക്കെ അങ്ങാടിയിലാ ബിൽഡിംഗ് ഉള്ളത്, സ്ത്രീധനൊന്നും ചോദിച്ചിട്ടില്ല.
പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അയ്യോ ഷൈഇൻ ലിൽ മർഅ, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പെണ്ണിന്? ഈ ചോദ്യം ചോദിച്ചിട്ട് അതിൽ മോഹിച്ചാവൻ കല്യാണം കഴിക്കുന്നതെങ്കിൽ അദ്ദേഹം പറഞ്ഞത് കുറച്ച് കടുപ്പുള്ള വാക്കാണ്. ഫഅലം അന്നഹു ലിസ്സുൻ, ഫഅലം അന്നഹു ലിസ്സുൻ, നിങ്ങൾ ഉറപ്പിച്ചോ അയാൾ ഒരു പെരുങ്കള്ളനാണ്. ഫഅലം അന്നഹു ലിസ്സുൻ. എത്ര കടുപ്പത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇതൊക്കെ പറയുമ്പോ. ഒരു പക്ഷേ വ്യതിയാന ചിന്താഗതിക്കാര് ഇത് കേൾക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷം ഉണ്ടാകും. ഇന്നലെയും മിനിയാന്നൊക്കെ ഞാൻ പരാമർശിച്ച പല ഭാഗങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് കേട്ടപ്പോ ഇങ്ങനെ ഖുർആൻ ക്ലാസ് ആണെങ്കിൽ നടക്കട്ടെ, കുറച്ച് പറയൂ മുസ്ലിയാരെ എന്ന് പറയുന്നുണ്ടാകും. ഇമാം ഗസാലി ശേഷം പറയുന്ന വാക്കുകളും കൂടെ അങ്ങ് കേട്ടാളാ. വൈദാ അഹ്ദാ ഇലൈഹിം ഫലാ യംബഗി അൻ യുഹ്ദിയ ലിയൗതറഹും ഇലൽ മുഖാബല ബിഅക്സറ മിൻഹു വകദാ ഇദാ അഹ്ദൗ ഇലൈഹി ഫനിയ്യതു തലബി സിയാദതി നിയ്യത്തുൻ ഫാസിദാ ഫഅമ്മത് തഹാദി ഫമുസ്തഹബ്ബുൻ. ഇൻഷാ അല്ലാഹ് പറയാം. അവിടെ അങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും. ഇനി ഇവന് ഭാര്യന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും ഹദിയ കൊടുക്കുകയാണോ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന്? അങ്ങനെ കണ്ടല്ലോ, കൂട്ടിക്കൊണ്ടുവരാൻ പോകുമ്പോ ഒന്ന്, ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ഒന്ന്, ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ ഹദിയ. എന്താ ഈ ഹദിയന്റെ ലക്ഷ്യം? ലിയൗതറഹും ഇലൽ മുഖാബലതി ബിഅക്സറ മിൻഹു ഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ. ഇങ്ങോട്ടൊരു കാണിക്ക ആരെങ്കിലും സമർപ്പിച്ചാൽ അതിനേക്കാൾ മെച്ചമുള്ളത് അങ്ങോട്ട് സമർപ്പിക്കണം എന്നാ. അപ്പൊ ഈ ഒരു നിയമപ്രകാരം നമ്മൾ എന്തെങ്കിലും 10 കിലോ അലുവ അങ്ങോട്ട് കൊണ്ടുപോയാൽ 20 ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാ കണക്ക്. അപ്പൊ കൂടുതൽ ഇങ്ങോട്ട് കിട്ടണമെന്ന് കരുതിയിട്ട് ഹദിയ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കണം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. കാരണം അത് കുടുംബത്തിന് വലിയ ഭാരമാകും. ഇന്ന് കുടുംബ ഭാരം വലിയ ബാധ്യതയായി വന്നത് ഈ കുടുങ്ങിക്കിടക്കുന്ന മാമൂലുകളിലാണ്. സ്ത്രീധനത്തെക്കാൾ വലിയ പൊല്ലാപ്പാണ് ഈ മാമൂലുകള്. അലമാര അങ്ങോട്ട് കൊണ്ടുപോവുക, അങ്ങോട്ട് കൊണ്ടുവരിക, അങ്ങോട്ട് 10 കിലോ അലുവ, അങ്ങോട്ട് 20 കിലോ അലുവ, അങ്ങനെ എപ്പോഴും പ്രത്യേകിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുടുംബത്തിനൊക്കെ ഇത് വലിയ ഭാരമായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു വക്കദാ ഇദാ അഹ്ദൗ ഇലൈഹി, ഭാര്യന്റെ വീട്ടുകാർ ഇവന് ഹദിയ കൊടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഭാര്യന്റെ വീട്ടുകാർ ഇവന് ഹദിയ കൊടുക്കുകയാണ്. മോളെ പ്രസവത്തിന് കൂട്ടാൻ വരുമ്പോൾ കൊണ്ടുവരികയാണ്. അപ്പോഴും ഇവർക്ക് ഇതിനേക്കാൾ കൂടുതൽ കൊണ്ടുവരണം. ഫനിയ്യത്തു തലബി സിയാദത്തി, കൂടുതൽ കിട്ടണമെന്ന ഉദ്ദേശം ഉണ്ടെങ്കിൽ നിയ്യത്തും ഫാസിദ, അത് തീർത്തും ഫാസിദായ നിയ്യത്താകുന്നു. അവന് മനഃശുദ്ധിയില്ല. ആ ഉദ്ദേശ്യം തീർത്തും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടുന്നതിന്റെ പുറത്താണ്. എന്നിട്ട് അത് പറഞ്ഞിട്ട് പറയുന്നു, എന്നാല് ഭാര്യന്റെ ഭാഗത്തുനിന്ന് ഭർത്താവിന് ഇഷ്ടപ്പെട്ടു കൊടുക്കുന്നത്. അവിടെ ഇപ്പൊ നമ്മളെ വിഷയം വ്യതിയാന ചിന്താഗതിക്കാർ നമ്മളും തമ്മിലുള്ള പ്രശ്നം എവിടെയാ? സ്ത്രീധനത്തിന്റെ കാര്യം ഈ പറഞ്ഞതുപോലെ ഒരു നിലക്കും ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരരുത്. അതങ്ങനെ തന്നെ. എന്നാൽ കഴിവുള്ള ഒരാൾ തൻ്റെ മകളെ കെട്ടിക്കുമ്പോൾ മകളുടെ കൂടെ എന്തെങ്കിലും കൊടുത്തയക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും ഹദിയ കൊടുക്കുന്നു, അങ്ങനെ സന്തോഷപൂർവ്വം കൊടുക്കുന്ന ഹദിയ സന്തോഷപൂർവ്വം കൊടുക്കുന്ന ഹദിയകള് സുന്നത്താണെന്നതിൽ രണ്ടു പക്ഷമില്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. പക്ഷേ ഇത് ഇങ്ങനെ ഒരു വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന രൂപത്തിൽ, ഈ സാധുക്കളായ ആളുകൾക്ക് ക്ഷീണം ഉണ്ടാക്കുന്ന രൂപത്തിൽ മുതലാളിമാരും ഇത് ചെയ്യുന്നത് ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് സ്ത്രീധനം ഹറാമാണെന്ന് പറയാൻ പണ്ഡിതന്മാർ മടിക്കുന്നതിൻ്റെ അർത്ഥം. കാരണം ഹദിയയായിട്ടാണോ നൽകി, ഇവരുടെ മനസ്സ്, ആ മനസ്സിനെയാണ് വായിക്കേണ്ടത്. ഈ വിലപേശൽ പരിപാടിയാണെങ്കിൽ അത് എന്തായാലും ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ചോദിച്ച് വിലപേശി ആളുടെ ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഈ സമ്പ്രദായം ഇത് റസൂലുള്ളാഹിക്ക് പൊരുത്തമുള്ള ഒരു പരിപാടി അല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അപ്പോൾ പലപ്പോഴും നമ്മുടെ വിവാഹത്തിന്റെ ലക്ഷ്യം തെറ്റിപ്പോകുന്നുണ്ട്. നബി തങ്ങളോടല്ല പറഞ്ഞില്ലേ വലാ തംനുൻ തസ്തക്സിർ, മാമൂലുകളെ കുറിച്ച് പറയാനുള്ളതാ. വലാ തംനുൻ തസ്തക്സിർ, കൂടുതൽ കിട്ടണമെന്ന ആഗ്രഹത്തോടെ നിങ്ങൾ ദാനം ചെയ്യരുത്. കൂടുതൽ കിട്ടണമെന്ന ആഗ്രഹത്തോടെ നിങ്ങൾ ഒരിക്കലും ദാനം ചെയ്യരുത് നബിയേ. വലാ തംനുൻ തസ്തക്സിർ, സൂറത്തുൽ മുദ്ദസിറിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ കാര്യം എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചിട്ടില്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ? അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ട് പറയുന്നു, കുല്ലു ദാലിക മക്റൂഹുൻ ഫിൻ നിക്കാഹി യുസ്ബിഹു തിജാറത വൽ ഖിബാർ വയുഫ്സിദു മഖാസിദൻ നിക്കാഹ്. നിക്കാഹിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളെ തെറ്റിച്ച് കളയുന്നതാണ് ഇതൊക്കെ.
നിക്കാഹിന്റെ അടിസ്ഥാന തത്വങ്ങളെ തെറ്റിച്ച് കളയുന്ന സംഗതികളാണിത്. ഇത് നിങ്ങൾ ഗൗരവത്തോടുകൂടെ തന്നെ കാണണം എന്ന് പറഞ്ഞു. അപ്പോ സ്ത്രീധനം വാങ്ങിയായിട്ട് മുതലാളിയാണ് പരിപാടിയല്ല ഈ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാ എന്ന് പറഞ്ഞ. പിന്നെന്താ ഈ പരിപാടി? ഈ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാ, പടച്ചോനെ ഞാൻ നീ പറഞ്ഞതുപോലെ ഒരു ഭാര്യയെ ഏറ്റെടുക്കുന്നു, ഞാനൊരു കുടുംബം നയിക്കാൻ ഒരുങ്ങാണ്, കുറച്ച് മക്കൾക്ക് ജന്മം കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്, അതിന് റസാഖായ നീ സഹായിക്കണം പടച്ചോനെ എന്ന നല്ല ഒരു തെളിഞ്ഞ മനസ്സുമായിട്ട് ഒരു മനുഷ്യൻ നിക്കാഹിലേക്ക് കടന്നു വരുന്നെങ്കിൽ അള്ളാഹു അവനെ സഹായിക്കുമെന്നാണ് പറയാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, അത് പടച്ചോൻ സഹായിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നോക്ക്, സലാസത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി യഅ്നുഹും, സലാസത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി യഅ്നുഹും, മൂന്നാളെ സഹായിക്കാം എന്നത് അല്ലാഹ് ഏറ്റെടുത്തിരിക്കുന്നു. സലാസത്തുൻ, മൂന്നാളുകൾ ഹഖ്ഖുൻ അലല്ലാഹ്, അല്ലാഹ് ഏറ്റെടുത്തിരിക്കുന്നു, അല്ലാഹ് ഏറ്റെടുത്തിരിക്കുന്നു. ഔനുഹും, അവരെ സഹായിക്കുന്ന കാര്യം. ആരാണത്? അന്നാകിഹു യുരീദുൽ അഫാഫ്, ചാരിത്രശുദ്ധി ആഗ്രഹിച്ച് കല്യാണം കഴിച്ച ഒരു വ്യക്തി. അവന് കല്യാണം കഴിച്ചു എന്നുള്ളത് കൊണ്ട് കുടുംബത്തെ പോറ്റാൻ അള്ളാഹു തആല, കുടുംബത്തിന്റെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ അള്ളാഹു ഇരക്കേണ്ട ഒരു ഗതികേടുണ്ടാക്കൂല. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഫിത്നകളാ അതൊക്കെ ഇറക്കേണ്ട അടുത്തേക്ക് എത്തുന്നത്. അന്നാകിഹു യുരീദുൽ അഫാഫ്, അതങ്ങനെ അള്ളാഹു തആല അങ്ങനെ ഒപ്പിച്ചു തരും. അന്നാകിഹു യുരീദുൽ അഫാഫ്. 2 വൽ മുഖാതബു യുരീദുൽ അദാ, നിശ്ചിത അവധിക്ക് മോചനദ്രവ്യം കൊടുത്ത് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന മോചനക്കരാർ എഴുതിയ അടിമ. ഒരാളുടെ അടിമച്ചങ്ങലയിലുള്ള ആൾക്ക് മോചനക്കരാറ് എഴുതിയാൽ അടുത്ത ഡിസംബർ 25-ാം തീയതി ഒരു കൊല്ലത്തെ ഇടവെച്ചു ഞാൻ ആ പൈസ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ ഇത്ര പൈസ 2 ലക്ഷം ഉറുപ്പ്യ നിങ്ങൾക്ക് തന്നാൽ എന്നെ മോചിപ്പിക്കണമെന്ന് യജമാനോട് പറയാം. യജമാനും അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു എഗ്രിമെന്റിൽ ഒപ്പുവെക്കുക എങ്കിൽ ഇത് സ്വീകരിച്ചു കൊള്ളണം എന്നതാണ്. അതിന് പറയുന്നുണ്ട്, നമ്മൾ പറയാൻ പോകുന്ന ഭാഗമാണ്. അടിമ മോചനത്തെ ഇസ്ലാം പരമാവധി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലോകത്ത് അടിമകളില്ലാതെയായത്. പല തെറ്റുകൾക്കുള്ള കഫാറത്ത് അടിമയെ മോചിപ്പിക്കലാണ്, അടിമകളെ മോചിപ്പിക്കലാണ്. അള്ളാഹുവിന്റെ ഹബീബ് തന്നെ ധാരാളം മോചിപ്പിച്ചിട്ടുണ്ട്, സ്വഹാബാക്കിറാം മോചിപ്പിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ ചില യുക്തമായ നിലപാടുകൾ ഉള്ളത് കൊണ്ടാണ് എന്നല്ല, അത് അടച്ചങ്ങോട്ട് കെട്ടാൻ പറ്റാത്ത ചില കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇന്നും അതിനെ അങ്ങോട്ട് അടച്ചു കെട്ടി സംസാരിക്കാത്തത്. ഇനിയും അങ്ങനെ ഒരു നില വന്നൂടെ എന്ന് ചോദിച്ചാൽ വന്നു പോയാൽ അപ്പം അതേക്കുറിച്ച് ചിന്തിക്കാം. നിയമങ്ങൾ ഇവിടെ ഉണ്ട്, നിയമങ്ങൾ പോയിട്ടില്ല. ഏതായാലും അങ്ങനെ ഒരു അടിമ സമ്പ്രദായം മനഃപൂർവ്വം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നില്ല. അത് പറയുകയാണെങ്കിൽ കുറേ പറയേണ്ടതുണ്ട്. നേരത്തെ അടിമ സമ്പ്രദായം ഒറ്റയടിക്ക് ഇല്ലാതെയാക്കിയ രാജ്യങ്ങൾക്ക് വന്ന ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ പറയണം, അപ്പോഴേ അത് തിരിയുള്ളൂ. പക്ഷേ അങ്ങനെ പറയുമ്പോഴേക്ക് സൂറത്തുന്നൂർ ഇനിയും ഇവിടെ കിടക്കും. ഇന്ന് പാതി വഴിയിൽ കിടന്നുകൂടാ, ഞാൻ ഉദ്ദേശിച്ചിടത്തേക്ക് എത്തണം എന്നൊരു നെയ്യത്തുള്ളത് കൊണ്ട് പെട്ടെന്ന് പോവാൻ. സഹോദരാ, അപ്പം നെയ്യ് മനസ്സറിഞ്ഞു നോക്കുന്നുണ്ടോ? പടച്ചറബ് നിന്നെ സഹായിക്കും, ഉറപ്പാണ് കേട്ടോ. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമല്ലേ, നിനക്ക് തന്നിട്ട് അള്ളാഹു പൊളിയുകയില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മസല. ഏത്? കല്യാണം കഴിക്കാൻ ചെലവ് കിട്ടാത്ത ആളുകള്, അല്ലദീന ലാ യജിദൂന നിക്കാഹ, നിക്കാഹിനുള്ള ചിലവ് എത്തിക്കാത്തവര്, അവർ സദാചാരം കീപ്പ് ചെയ്ത് ജീവിക്കട്ടെ എന്ന് അള്ളാഹു പറയാണ്. അവർ ഇഫ്ഫത്ത് എന്ന് പറഞ്ഞാൽ ചാരിത്രശുദ്ധി നഷ്ടപ്പെടാതെ ഇഫ്ഫത്ത് കീപ്പ് ചെയ്ത് സൂക്ഷിക്കട്ടെ, സദാചാരം പൊളിഞ്ഞു പോകാതിരിക്കാൻ നോക്കുക. എങ്ങനെയെങ്കിലും പെണ്ണെട്ടിയിട്ട് ആ പെണ്ണിനെയും കുട്ടികളെയും വലിക്കണം എന്നല്ല പറയുന്നത്. അവരെങ്ങനെയെങ്കിലും ഇബാദത്ത്, നോമ്പ് കാര്യങ്ങളെ കൊണ്ട് ശ്രദ്ധ മാറ്റിയിട്ട് അവർ തൽക്കാലം അതിൽ നിന്ന് മാറി നിന്നോട്ടെ. അത് തന്നെയാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതും, ഇബാദത്തിന് മാറി നിൽക്കാനാണ് അഫ്ളൽ. വല്യസ്തഅഫിഫില്ലദീന ലാ യജിദൂന നിക്കാഹ, ഏതുവരെ അവർ കാത്തു നിൽക്കണം? ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് അവരെ സമൃദ്ധരാക്കുന്നത് വരെ കാത്തിരിക്കുക. ആ നെയ്യത്തോടുകൂടെ അവർ മുന്നോട്ടങ്ങ് പോകുമ്പോൾ അള്ളാഹു അവർക്ക് അതിന് പറ്റിയ ഒരു സാഹചര്യം തരും, നല്ലൊരു ജോലി, നല്ലൊരു സെറ്റപ്പ്. അതൊക്കെ ആകുമ്പോൾ നിങ്ങളങ്ങ് കല്യാണം കഴിച്ചോ. ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫളിഹി, അതുവരെ നിങ്ങൾ അല്പം ഒന്ന് കാത്തിരിക്കലാ നല്ലത്. വല്ലദീന യബ്തഗൂനൽ കിതാബ മിമ്മാ മലക്കത് ഐമാനുകും ഫകാതിബൂഹും, അവിടെയും പറഞ്ഞു അല്ലാഹു അത് ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫളിഹി, അള്ളാഹുവിന്റെ ഫളിലിൽ നിന്ന് നിങ്ങളെ അള്ളാഹു സമൃദ്ധരാക്കുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കണം.
എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഇതൊരു വലിയ വാഗ്ദാനമാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്. അവൻ എപ്പോഴും ഔദാര്യം തരാം എന്നുള്ള വലിയൊരു വാക്കാണ്. നല്ല ഇഖ്ലാസോടുകൂടെയാണോ നിങ്ങൾ ഒരു സെറ്റപ്പിലെത്തട്ടെ എന്ന് കരുതിയിട്ട് നല്ല നിലക്കൊരു വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കരുതിയിട്ടാണോ വിവാഹം പിന്തിപ്പിക്കുന്നത്? അള്ളാഹു നിങ്ങളെ എത്രയും പെട്ടെന്ന് നല്ല ഒരു സെറ്റപ്പിൽ എത്തിച്ചു തരും. അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വ്യക്തമായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്കും നിങ്ങൾക്കും സമർപ്പിക്കുന്ന ഒരു ഓഫർ തന്നെയാണ്. പടച്ചോനൊരു ഓഫർ തന്നാൽ അതവൻ ലംഘിക്കുകയുമില്ല. വരുന്നുണ്ട് വിശ്വാസികളുടെ കിടിലൻ ഓഫറുകൾ എന്നൊരു വിഷയം നമുക്ക് വരുന്നുണ്ട്. അവിടെ വെച്ച് ഞാനത് പറയാം.